സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം മനോജ് കുമാർ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. സാർ, വലിയ വീഴ്ച ഇവിടെ ഉണ്ടായിരുന്നു, കാഴ്ചയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇന്നലെ സ്കൂൾ അധികൃതർ പരസ്പരം പഴിചാരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വൈദ്യുത വകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞു, വൈദ്യുത വകുപ്പ് KECBയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞു. സാർ വന്നുകൊണ്ടേ പറഞ്ഞു ഗുരുതരമായ അനാസ്ഥയാണ്. എന്താണ് സാറിന് ബോധ്യപ്പെടുന്നത്? അല്ല, പരസ്പരം പഴിചാരിയത് കൊണ്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമല്ലേ. ഒരു സ്കൂളെന്ന് പറയുമ്പോൾ അതിൻ്റെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംവിധാനങ്ങളെല്ലാം കൂട്ടായി ചേർത്തുകൊണ്ട് പൊതുസമൂഹവും ആകെ ചേർന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിപ്പോഴും, പ്രത്യേകിച്ച് സ്കൂളുകൾ. അപ്പോൾ അവിടെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതലകളുണ്ട്. അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആ വീഴ്ചകൾ ഇനി ആർക്കൊക്കെ സംഭവിച്ചു എന്നുള്ളത് കമ്മീഷൻ്റെ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഞങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ KECB ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃത്യമായ അകലം ഇത് പാലിച്ചിട്ടില്ല, ഇത് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അകലം പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു ഇത് അനുമതി, ഈ സ്കൂൾ കെട്ടിടത്തിന് അനുമതി പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നു. ഏതാണ്ട് 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് സാർ ഇത്. ഇതിന് അനുമതി ഫിറ്റ്നസ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ ഇത് വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ, 9 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഷെഡ് സ്ഥാപിച്ചിട്ട് ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ റെക്കമെൻഡേഷൻസ് സർക്കാരിൽ സമർപ്പിക്കും. ഇപ്പോൾ പഞ്ചായത്ത്, KECB, വിദ്യാഭ്യാസ വകുപ്പ് 3 ഏജൻസികളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഇവർ 3 പേർക്കെതിരെ നടപടി ഉണ്ടാവും. തീർച്ചയായും നമ്മൾ പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് കിട്ടിയിട്ട് അത് പരിശോധിച്ചിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ നൽകും. തീർച്ചയായിട്ടും സർക്കാരിലേക്ക് നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് ഏജൻസി ആയാൽ പോലും, വിദ്യാഭ്യാസ വകുപ്പായാൽ പോലും, KECB ആയാൽ പോലും, പഞ്ചായത്തായാൽ പോലും അതിൽ നടപടി ശക്തമായി സർക്കാരിലേക്ക് ആ നടപടി ശുപാർശ ചെയ്യുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്.